ഹലോ വാട്ട്സ്ആപ്പ് എവരി വൺ നമസ്തേ ഹായ് ഹലോ ഇതെൻ്റെ ആദ്യത്തെ ബ്ലോഗായിരിക്കും. സോറി ബ്ലോഗ്. എങ്ങനെ ബ്ലോഗ് ചെയ്യണം എന്ന് ഹാവ് നോ ഐഡിയ, പക്ഷേ ഐ നീഡ് ടു സ്റ്റാർട്ട് ദിസ്. ഇതൊരു പുതിയ പ്രോജക്റ്റായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ പ്ലാൻ ഇസ് ടു ക്യാപ്ചർ ആൻഡ് പ്രസൻറ്റ് കോണ്ടൻറ്റ് റിലേറ്റഡ് ടു ഫിറ്റ്നസ്, റൈറ്റ്? എൻ്റെ ഈ ജേർണി, ഞാൻ ഈ ജേർണിയിലൂടെ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, ടെക്നിക്കൽ ആസ്പെക്ട്സും അതിൻ്റെ എക്സ്പീരിയൻസസും ഒക്കെ ഷെയർ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇന്ന് ഐ ഹാവ് എ സ്വിം സെഷൻ പ്ലാൻഡ്. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ടേക്ക് യു ഗൈസ് ത്രൂ ഹൗ ഐ ഡു ഇറ്റ്, വാട്ട് ഐ ഡു ഇറ്റ്, റൈറ്റ്? ഇപ്പോഴും ആ ബിഗിനർ ഫേസിൽ തന്നെയാണ്. സ്വിമ്മിങ് അറിയാം, പക്ഷേ കുറേ ഒന്നും നീന്താൻ അറിയില്ല. പക്ഷെ എന്നാലും ടെക്നിക്കലി കുറച്ചും കൂടി ബെറ്റർ ആവാനാണ് സ്വിമ്മിങ്ങിൽ എൻ്റെ നെക്സ്റ്റ് ഗോൾ. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ആൻഡ് ഇതാണ് ഞാൻ സ്വിമ്മിങ്ങിന് യൂസ് ചെയ്യുന്ന കിറ്റ്. എല്ലാം പ്രിറ്റി ബേസിക് സ്റ്റഫ്. ഡെക്കത്ലോൺ ഒരു ട്രങ്ക്സ്, ഒരു സ്വിമ്മിങ് ക്യാപ്പ്, ബോൾ ഫിറ്റിൻ്റെ ഒരു സ്വിമ്മിങ് ഗോഗിൾസ് ആൻഡ് ഒരു ടോപ്പ് അപ്പർ വെയർ. ഇത് ഞാൻ ഇടയ്ക്കേ യൂസ് ചെയ്യാറുള്ളൂ, ബട്ട് ഐ ഫീൽ മോർ കംഫർട്ടബിൾ വെയറിങ് അപ്പർ വെയർ ടു. ഇവിടുത്തെ പൂൾ ഈസ്, ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. ആൻഡ് ഇവിടെ പൂള് റൂഫ് ടോപ്പിലാണ്. നമ്മൾ താഴെ പോയി സെക്കൻഡ് കീ എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. ചേട്ടാ, പൂളിൻ്റെ കീ ഉണ്ടോ? ആ, ഇപ്പോൾ പൂളിൻ്റെ കീ കിട്ടി. ഇനി നേരെ ടോപ്പ് ഫ്ലോർ വാം അപ്പ് ആൻഡ് സ്വിം. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക അപ്പാർട്ട്മെൻറ്റ്. എന്നുവെച്ചാൽ മൊത്തം പെയിൻറ്റിങ്ങും ചെറിയ വർക്കും നടന്നുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഒരു അലമ്പ് ബുദ്ധിമുട്ട് നടന്നുകൊണ്ടിട്ടുണ്ട്. പക്ഷെ ഫോർ എ ബെറ്റർ ലുക്കിംഗ് അപ്പാർട്ട്മെന്റ് അല്ലേ. ഓ മൈ ഗോഡ്, ഇന്ന് പണിയാണല്ലോ ഇവിടെ. ആക്ച്വലി മൊത്തം കവർ ചെയ്തിരിക്കുക. ഇവിടെ സ്വിമ്മിങ് നടക്കുമോന്ന് അറിയില്ല. എന്താ സെറ്റ് പെയിന്റിങ് ആയതുകൊണ്ട് ഇവരോട് കവർ ചെയ്തിട്ടിരിക്കുക, അതാ പ്രോബ്ലം. ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് നുഴഞ്ഞു കയറി നീന്താം എന്നാണ് എൻ്റെ പ്ലാൻ. ഞാനൊരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞത്. ഇവിടുത്തെ ബെസ്റ്റ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ക്ലോസ് ടു ബീച്ച്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ഒരു സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. നോക്കിയാൽ നേരെ കാണുന്ന കോഴിക്കോട് ബീച്ച്. പ്രോപ്പർ ബീച്ച് കുറച്ചും കൂടി അപ്പുറത്തോട്ട്, പക്ഷെ ഫാന്റാസ്റ്റിക് വ്യൂ ആണ്. വൈകുന്നേരവും എപ്പോൾ നോക്കിയാലും ഒരു ഹോളിഡേ ഹോം ഫീലാണ്. ഒരുപാട് ചടങ്ങാണല്ലോ, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് ചാടി പണി നടക്കുമോ നോക്കാം. മൈ ഗോഡ്, ഇതൊരു ചടങ്ങായിരുന്നു. എങ്ങനെയൊക്കെ ഉള്ളിൽ കയറി കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ പൂൾ. ഒരു സൈഡിലോട്ടേക്ക് പ്രോപ്പർ ടൗണിൻ്റെ വ്യൂ, എൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്, അവിടെ ബീച്ചിൻ്റെ വ്യൂ. ആക്ച്വലി ഞാൻ സ്വിമ്മിങ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ. ആൻഡ് എൻ്റെ എൻഡ്യോറൻസ് നീന്തൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഒരു 50 മീറ്ററിന് നീന്താൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്ലോലി എവറി വീക്ക് കുറച്ച് കൂട്ടിക്കൊണ്ടുവരാം. ഇന്നത്തെ സ്വിം സെഷൻ ഗോയിങ് ടു ബി വെരി സിമ്പിൾ, ക്വിക്ക്. ഒരു 250 മീറ്റേഴ്സ് സ്ലോ പേസിൽ. എല്ലാ ആഴ്ചയും ഞാൻ എൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് വേഗം പണി തീർത്തിട്ട് പോവാം. പൂളിൻ്റെ ആക്ച്വൽ ലെങ്ത് ഒരു 10 മീറ്റേഴ്സിൻ്റെ അടുത്ത് വരുള്ളൂ. അപ്പോൾ നമുക്ക് 250 മീറ്റേഴ്സ് ആണ് കവർ ചെയ്യേണ്ടത്. നമ്മൾ ഇവിടുന്ന് അവിടെ ഒരു 10 മീറ്റേഴ്സ്, അങ്ങനെ 25 വൺ സൈഡ് അടിക്കും. അങ്ങനെ കിറ്റിങ് കഴിഞ്ഞു. ഷവർ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് തന്നെ വന്ന്. ഇവിടെ സ്ഥലം ഉണ്ടെങ്കിലും ഐ പ്രിഫർ ടേക്കിംഗ് മൈ ഷവർ ഫ്രം ഹോം. ഓൾവേസ് വേർ യു ടേക്ക് ഷവർ ബിഫോർ യു ഗെറ്റ് ഇൻ ടു പൂൾ. നമ്മളൊരു ബേസിക് എറ്റിക്കറ്റാണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യണം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു आवर swim.
സത്യം പറയാലോ എൻഡ്യൂറൻസ് ഒക്കെ വളരെ വളരെ മോശമാണ്. ഞാൻ സ്വിം റീസ്റ്റാർട്ട് ചെയ്തത് തന്നെ എപ്പോഴെങ്കിലും നമുക്കൊരു ട്രയത്തിലാകും പോലത്തെ ഇവന്റ് പങ്കെടുക്കാൻ കപ്പാസിറ്റി എത്തുമോന്ന് അറിയാൻ. പക്ഷെ റൈറ്റ് നൗ സോ 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 ഫാർ അവേ. എന്തായാലും ഒരു ബേസിക് സ്വിമ്മിംഗ് ആണ് ചെയ്യുക. ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ എന്തായാലും കോച്ചിങ് എടുക്കേണ്ടി വരും വീണ്ടും, പ്രോപ്പർ ടെക്നിക്കിലും പ്രോപ്പർ ഫോമിലും. പിന്നെ ഇതൊന്ന് സ്ട്രക്ചർ ചെയ്യേണ്ടി വരും വീണ്ടും. 2 റൗണ്ട് കൂടി ബാക്കിയുണ്ട്, അതും കൂടി തീർത്തിട്ട് get out of the pool. അപ്പോൾ ഐ എം ഡൺ ഫോർ ദ ഡേ. ഇനി കയറും, ഡ്രൈ ആവും, വീട്ടിലെത്തിയിട്ട് ചെറുതായിട്ടും സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ ഇതാണ് എൻ്റെ റുട്ടീൻ. അപ്പോൾ നിങ്ങൾ സ്വിമ്മിങ് ഇഷ്ടമുള്ള ആളാണ്, ഫിറ്റ്നസ് ജനറൽ ഇഷ്ടമുള്ള ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഞാൻ പറഞ്ഞ പോലെ ഇതെൻ്റെ ഇനീഷ്യൽ ബിഗിനിങ് സ്റ്റേജാണ് ഇപ്പോൾ ഫിറ്റ്നസ്സിലോട്ട് പ്രോപ്പർ ആയിട്ട് എൻഡ്യൂറൻസ് ഫിറ്റ്നസ്സിലോട്ടൊക്കെ വരുന്നത്. So if you are interested in such a journey, if you want to take up such a journey in your life, let's do it together. The channel subscribe here. I hope you guys like this small video. I'll see you guys. Bye bye.